2-3 ദിവസങ്ങളായി ഹേമ കമ്മിറ്റിയാണ് മുഖ്യ വിഭവം. സത്യത്തിൽ എന്ത് ലക്ഷ്യമായിരുന്നു ഈ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ? അതെല്ലാം പോയി. താരവേട്ടയാണ് ഇപ്പം മുഖ്യ ഇനം. ചില സംശയങ്ങളൊക്കെ അതിനകത്ത് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് സംശയം നമുക്ക് മാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് പൊതുജനങ്ങൾക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലും ഈ വിവരാവകാശ കമ്മീഷൻ ഓഫീസിലും റിപ്പോർട്ടേഴ്സ് പോയി നിൽക്കുന്നത് വരെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ അന്ന് വലിയ ആവേശത്തോടു കൂടി സ്ത്രീകളുടെ അധികാരത്തിന് വേണ്ടി അവരെ ചൂഷണം ചെയ്തതിനെതിരെ ഘോരം ചർച്ച നടത്തി. ദിവസങ്ങൾ അങ്ങോട്ട് പോകെ ആ ലക്ഷ്യത്തിൽ നിന്നും പതിയെ അവർ പിന്തിരിഞ്ഞ് ഒരു മസാല റൂട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രത്യേകിച്ച് ചാനലുകളിൽ ചർച്ച ചെയ്യുന്നതും അവര് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം തന്നെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ആ വാക്കിന് ഉപയോഗിക്കേണ്ടി വരും. കാരണം സർവത്ര അശ്ലീലം. ഏത് വാർത്താ ചാനൽ തുറന്നാലും കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വാർത്ത കേൾക്കാൻ പറ്റാത്ത സാഹചര്യം. സർവത്ര അശ്ലീലം. അപ്പൊ ഈ അശ്ലീലം അവിടെ നടന്നിട്ടുണ്ടാവണം. ഇപ്പോ ഹേമ കമ്മിറ്റി പറഞ്ഞ ഒരു വിഷയം, പക്ഷെ അശ്ലീലം മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള വാശി പാടില്ലല്ലോ. അല്ല, അതാണ് സാറ് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ പരിഹാരങ്ങൾ അതൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഇപ്പോ ചില മാറ്റിവെച്ച പേജുകൾ, അതിൽ ചില പ്രമുഖന്മാരുടെ, ചില പ്രമുഖ താരങ്ങളുടെ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള ആളുകളുടെ പേരുകളുണ്ട് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതൊരിക്കൽ സാറിനെ സൂചിപ്പിച്ചിരുന്നു, എല്ലാവരെയും സംശയമനെ നിർത്തി മുഴുവൻ സിനിമാ മേഖലയിൽ പോകുന്ന മുഴുവൻ ആണുങ്ങളും കുഴപ്പക്കാരന്മാരാണെന്നുള്ള തലത്തിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ആദ്യ ദിവസം ഒരു ടോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല പുരുഷന്മാർ മാത്രമാണ് കുഴപ്പക്കാർ. അതെ, എന്നായിരുന്നില്ലേ? അതിപ്പോ ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഇപ്പോ ഈ പ്രശ്നം, അതായത് ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിംഗപരമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന വിഷയങ്ങൾ അതിന്റെ സഭ്യമായ രീതിയിൽ നിന്ന് ചർച്ച ചെയ്യുന്നതല്ല ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത്. അതിൻ്റെയൊക്കെ തല എപ്പോഴോ വിട്ടുപോയി. എന്നിട്ടിപ്പോ അവിടെ എവിടെയും ചുമ്മാ ഇരിക്കുന്ന നടിമാരെ, അതായത് 1-2 സിനിമ വെച്ച് വെറുതെ ഇരിക്കുന്ന നടിമാരെ നമ്പർ തപ്പിയെടുത്ത് അവരുടെ വായിൽ കോലിട്ട് കുത്തുകയാണ്. ഈ മുട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ, ഇനി അതാ മുട്ടിയെങ്കിൽ എത്ര മുട്ടി, മുട്ടിയപ്പോ നിങ്ങൾ തുറന്നോ, ആരാണ് സംശയം, ഈ താക്കോൽ പഴുതിൽ കൂടെ നോക്കിയോ, ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ ചോദിച്ച് എന്താ സംഭവിക്കുന്ന അവസാനം ഇതിന്റെ വഴിതിരിച്ചു വിടുക. അപ്പൊ ഈ വഴിതിരിച്ചു വിടൽ ഇപ്പോ സാറ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ മുതൽ ഇതൊരു താരവേട്ടയുടെ ലക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും പുരുഷന്മാരായിട്ടുള്ള സിനിമാ താരങ്ങൾ മാത്രമല്ല, താരവേട്ടയുടെ ലക്ഷണമായി മാറിക്കഴിഞ്ഞു. കൂട്ടത്തിൽ ഈ മാധ്യമങ്ങളും ഈ മറുഭാഗത്തിരിക്കുന്ന സിനിമാക്കാരും തമ്മിലുള്ള ഒരു പോരുമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ആശാസ്യമല്ല. കേരളത്തിന്റെ ഒരു സാംസ്കാരിക മനസ്സിനെ യോജിച്ച രീതിയിലല്ല ഇപ്പൊ കാര്യങ്ങൾ. ഒരിക്കലും. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് ആളുകൾ ഇതിന്റെ മേലെ ഉപജീവനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. കേസ് മഴക്കൊക്കെ വരെ അത് ബന്ധപ്പെട്ട ആളുകൾ ആ കേസ് നടത്തിക്കോട്ടെ, പരാതിപ്പെട്ടവർ ഒഫീഷ്യലായിട്ട് പരാതി കൊടുക്കട്ടെ, ചെയ്യട്ടെ. പക്ഷേ ഈ പരാതി ഉന്നയിക്കുന്ന നടിമാർ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട സ്ഥലത്തോ പരാതി കൊടുക്കാതെ ഈ ചാനൽ ക്യാമറയ്ക്ക് മുമ്പേ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് വിളിച്ചു പറയുന്നത്? വളരെ ആ വാക്കൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് മാന്യങ്ങളുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വളരെ വൃത്തികെട്ട രീതിയിൽ, അതായത് ഒരു മഞ്ഞ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മളെ യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്, ഏതാണ്ട് ആ തരത്തിലേക്ക് മലയാളത്തിലെ ചാനലുകൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അതപ്പതിച്ചുകൊണ്ടിരിക്കും. അല്ല സാറേ, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചാനൽ എല്ലാ ചാനലുകളും പറഞ്ഞുകൂടാ, ഭൂരിപക്ഷം ചാനലുകളും ഇങ്ങനെയാണ് അതിനെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അവതാരകൻ ചോദിച്ചു, അങ്ങനെ ആ മുറി കുറ്റിയിട്ടിട്ട്, അപ്പോൾ പറഞ്ഞ മുറി കൊട്ടിട്ട് തന്നെ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു, പിന്നെ എന്താ സംഭവിച്ചത്? ഇതാണ് ഒരു ഉളുപ്പില്ല ചോദിക്കുകയാണ്, പിന്നെ അതിനകത്ത് എന്താ സംഭവിച്ചത്? അപ്പൊ അവരുന്നയിച്ച ആ ആരോപണം അതിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ആൾക്കാരിൽ എത്തിക്കാനാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു ബ്ലൂ സിനിമയായി മാറുകയാണ് ഈ സാധനം.
ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പിന്നെ മലയാളത്തിലും എല്ലാ ഉണ്ടായിരുന്ന ഒരു ബ്ലൂ സിനിമ എന്ന് പറയുന്നത് നിങ്ങളത് ചോദിച്ചാല് പിന്നെ അവരുടെ മറുപടി എന്തായിരിക്കും, ഓഫ് ചെയ്തിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ നിങ്ങൾക്ക്? ഇതാണ് ചോദ്യം. ഇതാണ് ഞങ്ങളിതൊക്കെ പറയും. നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ എന്നാണ് അവരുടെ ഭാഗം. ആ ചെയ്യുന്ന പ്രവൃത്തിയെ, ആ ദുഷ്പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന അങ്ങനെയാണ്. അല്ല, അത് എല്ലാ കാലത്തും കേരളത്തിലെ ഈ പുതുതലമുറ ജേർണലിസ്റ്റുകൾ അത് തന്നെയാണ് സാധനം പറയുന്നത്. അത് വിവരമില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അത് നമ്മളതിനെ ആ അർത്ഥത്തിൽ അവഗണിച്ച് തള്ളുന്നതാണ് ശരി. പക്ഷേ ഇവര് ഈ മറ്റുള്ള മേഖലയിലും ധാർമ്മികത വേണമെന്ന് പറയുന്ന ആളുകളാണ് ഇവര്. എല്ലാ മേഖലയും എല്ലാവരെയും പിന്നെന്താണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവരെ ധാർമ്മികത പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്യാത്തവരെ വിളിച്ചിരുത്തി വിചാരണ ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ. അല്ല, മാധ്യമ രംഗത്തുള്ള എല്ലാവരും എല്ലാം സർവ്വം തികഞ്ഞവരാണ്. ആ സർവ്വം തികഞ്ഞവരാണ്. അവരെ കുറ്റം പറഞ്ഞുകൂടാ. പക്ഷെ അവർക്കെതിരെയുള്ള കേസുകൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതേ കേസുകൾ ഇപ്പൊ സിനിമാ മേഖല നമ്മൾ കാണുന്ന തരത്തിലുള്ള കേസുകൾ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലും പോലീസിലും കിടപ്പുണ്ട്. DGPയുടെ കയ്യിലുണ്ട്. വലിയ കേമന്മാരെന്ന എഡിറ്റർമാരുടെ പേരുകൾ അതിലുണ്ട്. ഉറപ്പായും വലിയ ആളുകൾ ഇരുന്ന് പിന്നെ മറ്റുള്ളവരോട് കുതിച്ചു ചാടുന്ന പിന്നെ ആങ്കർമാരുടെ പിന്നെ ലീലാവിലാസങ്ങളുടെ പരാതികളോട് ഇരിപ്പുണ്ട്. എന്തുകൊണ്ടായാലും നടപടി ഉണ്ടാവാത്തത്? അതിൽ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോ സിനിമ നാറിയതിനേക്കാൾ വളരെ മോശമായിട്ട് ചിലപ്പോൾ ഈ മേഖല നാറിപ്പോകും. അതിപ്പോ സിനിമക്കാർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മേഖല സംശുദ്ധമാണോ? അതെ, എത്രയോ പേരുടെ പരാതികൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പറയാനുള്ള അവസരമല്ലേ ഒരുക്കി കൊടുത്തത്? എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ എല്ലാ മേഖലയിലും സ്ത്രീ ചൂഷണം ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതിന് തർക്കമൊന്നുമില്ല. സിനിമയിൽ കുറച്ച് ഏറും. കാരണം അതിൻ്റെ ഒരു ജോലിയുടെ ഒരു സ്വഭാവത്തിന് വെച്ച് ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പിന്നെ അത് അവസാനിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി സർക്കാർ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് പിന്നെ വരികയും അതിനകത്ത് ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, പിന്നെ സെറ്റിൽ അവർക്കുള്ള പ്രാഥമിക സൗകര്യങ്ങളിലുള്ള സൗകര്യങ്ങളില്ല എന്നുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ലഹരിയുടെ പ്രശ്നം പറയുന്നുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതൊന്നും അവർക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. ലഹരി ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരികയേ വേണ്ടത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അതിനകത്ത് ഇതൊരു മാഫിയ സംഘമാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മാഫിയകൾ അന്വേഷിച്ചവർ പോകാത്ത? ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, ഒരു മലയാളത്തിൽ ജേർണലിസ്റ്റ് അങ്ങനെ പോകാത്തെന്താ? ആരാണ് ഈ മാഫിയയുടെ പിന്നിലെന്ന്? ചിലപ്പോഴേ പോകും. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇവർക്ക് ആവശ്യം? എന്താ ഇവർക്ക് ഇക്കളിപ്പെടുത്തുന്ന എന്തെങ്കിലും കിട്ടുമെങ്കിൽ, മസാല കിട്ടുമെങ്കിൽ, കുറച്ച് പിന്നെ എന്താണ് ഈ സെക്സ് വാർത്തകൾ കിട്ടുമെങ്കിൽ അത് കൊടുത്ത് റേറ്റിംഗ് കൂട്ടുക. ഇപ്പൊ മത്സരം അതിന് വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് റേറ്റിംഗ് കൂട്ടിയെടുക്കണം. അങ്ങനെ ആ റേറ്റിംഗ് കൂടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരസ്യം വേണം, നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകണം. ഈ ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ. അല്ലാതെ ജനത്തെ പിന്നെന്താണ് ഈ സേവിക്കണമെന്നോ അല്ലെങ്കിൽ നല്ല മാധ്യമധർമ്മം പരിപാലിക്കണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്ക് ആർക്കും ഇല്ല. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവര് പ്രത്യേകിച്ച് ഈ മലയാള മാധ്യമങ്ങൾ ചില വ്യക്തികളുടെ പേര് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദുഷ്ടലാക്ക്. മലയാള സിനിമയിൽ ആദരിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ പേര് ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിക്കണം. എങ്ങനെയെങ്കിലും പറയും. ഇതുവരെ വന്നിട്ടില്ല. ആ പേര് ഇതുവരെ വന്നിട്ടില്ല. വളരെ ഇന്നലത്തെ ഒരു ചാനലില്, ഞാൻ ആ ചാനലിന്റെ പേര് ഓർക്കുന്നില്ല, വിനയൻ, സംവിധായകൻ വിനയൻ പിന്നെ ബ്രീഫിംഗ് നടത്തിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പഴയൊരു സംഭവം അദ്ദേഹം ഓർമ്മിക്കുകയായിരുന്നു. അതായത് ഒരു മന്ത്രി പിന്നെ ഇടപെട്ടു ഒരു വിഷയത്തിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം, ഏതൊരു ജേർണലിസ്റ്റ് ചോദ്യം, കേന്ദ്രമന്ത്രിയാണോ എന്നൊരു ചോദ്യം. അപ്പൊ പിന്നെ അപ്പൊ തന്നെ പറഞ്ഞു, അത് ഞാൻ കേന്ദ്രമാണോ സംസാരം നോക്കിയില്ല, മന്ത്രി എനിക്ക് അത്ര അറിയും എന്ന് സമയം പറഞ്ഞ് അദ്ദേഹം അത് ഒഴിഞ്ഞു. അപ്പൊ നോക്കിയോളൂ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് പിന്നെ സമൂഹം ആദരിക്കുന്ന, സംസ്ഥാന സർക്കാർ വരെ ആദരിക്കുന്ന, ഇവർക്കെല്ലാം വലിയൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരു കളി കളിക്കാം. അപ്പൊ അതിന്റെ പിന്നാലെ പോയി കുറച്ച് മസാല വിവരങ്ങളൊക്കെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ആളുകളെല്ലാം, പ്രേക്ഷകരെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. അന്നേരം ഇവര് ധരിച്ചു ചെയ്ത മലയാളികളെല്ലാം ഞരമ്പ് രോഗികളാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. അതെ, അതായത് ഈ ഒരു ബഡ്ഡിങ് ജനറേഷൻ കൂടെ ഉണ്ടല്ലോ നമുക്ക്. ഈ പ്രായമായവരും മറ്റുള്ളവർ മാത്രമല്ലല്ലോ, വളർന്നു വരുന്ന ഒരു സമൂഹവും കൂടെ ഇല്ലേ. എന്തുകൊണ്ടാണ് ഈ ചാനലുകളും പത്രങ്ങളും ആളുകൾ വായിക്കാത്തതും കാണാത്തതിന്റെയും വിഷയം ഇതായിരിക്കാം ഒരു പക്ഷേ കാരണം. അല്ല സാർ, ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ആത്മാർത്ഥമായി ഇതിനെ പഠിച്ച് ഇതിനെ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച മാധ്യമപ്രവർത്തകരുണ്ട്.
അത് മുൻനിര ചാനലുകളിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പൊ കൈവിട്ടുപോയി. കൊണ്ടുവന്നത് വളരെ പിന്നെ തന്മയത്വത്തോടെ അവര് ഇതിനകത്ത് ഇടപെട്ടു. രാഷ്ട്രീയ കമ്മീഷണറെ അടുത്ത് ചെല്ലുന്നു. അവരെ നമ്മള് മറ്റ് വാർത്തകളെല്ലാം കവർ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ചില ആൾക്കാർ അതിന്റെ പിന്നാലെ നിൽക്കുന്നു. അത് പുറത്തു കൊണ്ടുവരാനുള്ള അവരുടെ ശ്രമം ശ്ലാഘനീയമാണ്. പക്ഷെ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നപ്പോൾ സംഭവം കൈവിട്ടുപോയി. എല്ലാവരും ഒരു കാര്യം എടുത്തു പറയുന്നത് വളരെ തമാശയാണത്. ഞങ്ങളിലൂടെയാണ് ഇത് ആദ്യം വെളിപ്പെടുത്തിയത്. ചില വാക്കുകൾ ഞാൻ മനസ്സിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് ഞങ്ങളിലൂടെയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങളിലൂടെയാണ് ആദ്യം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് ഈ റേറ്റിംഗിന്റെ ഒരു ഘട്ടത്തിൽ അവര് ചെന്നെത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ തകർന്നു വീഴുന്നത് മലയാളിയുടെ ഒരു തരം ഒരു സാംസ്കാരിക ബോധത്തെ വളരെ കൃത്യമായി തറപറ്റിച്ചുകൊണ്ടാണ് ഇവര് കടന്നു വരുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പോ പിന്നെ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ നടിമാരൊന്ന് ചില ആരോപണം ഉന്നയിക്കുന്നു, ചില ആൾക്കാർ അയാൾ എന്നൊക്കെ ഞാൻ പറയുന്നു, ഇവരതിന്റെ പിന്നാലെ പോകുന്നു, അവര് തന്നെ പുതിയ ആളുകളുടെ പേര് കിട്ടുമെന്ന് നോക്കുന്നു. ഇങ്ങനെ ഈ നിരന്തരമായിട്ട് ഈ പ്രഷർ ഈ നടിമാരെ മേലെ ഇങ്ങനെ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉണ്ടാവുന്നൊരു അനന്തര ഫലം എന്താ? സ്വാഭാവികമായിട്ടും മറ്റു ചില ആളുകൾ ദുരുദ്ദേശത്തിലായിരിക്കില്ല, എല്ലാരും പറയല്ലേ ഞാനും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ചിലപ്പം ഒരു പ്രേരണ നടിമാർക്കും കൊടുത്തേക്കാം. പക്ഷെ അങ്ങനെ ഈ ചാനലിന്റെയും ക്യാമറയുടെ മുമ്പിൽ വന്നല്ല ഇവർ ഈ പരാതികൾ പറയേണ്ടത്. ജെനുവിൻ ആണ് എങ്കിൽ they should register the complaint with the police. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള നടപടി എന്ന് പറഞ്ഞാൽ. കോടതി സമീപിക്കാമല്ലോ. തീർച്ചയായിട്ടും കോടതി സമീപിക്കാമല്ലോ. ഇനി മറ്റൊരു ചോദ്യം, ഇവിടെ ഇന്നലെ ഒരു ചാനലിലെ ഒരു അവതാരകമായിരുന്ന ഒരു നടനോട് ചോദിക്കുന്നത് കേട്ടു, പറയുന്നത് കേട്ടു, ഞങ്ങള് ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിയുന്നത്. ഇവരെവിടെ പോയി ചോദിച്ചൊന്നും നമുക്കറിയില്ല. 4.5 വർഷം ഇത് ഭരണത്ത് വെച്ചിരുന്ന സമയത്ത് ഇവിടത്തെ ഒരു മാധ്യമവും ചോദ്യം ചെയ്തില്ല. എന്തുകൊണ്ട് പുറത്തിറങ്ങി അവരൊരു പ്രോഗ്രാം ചെയ്തില്ല അതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അത് പിന്നെ ഈ ഒരു ബഹിരാകാശ കമ്മീഷണറുടെ ഒരു ധൈര്യം കൊണ്ട് മാത്രം വെളി വന്നതാണ്. ഡോക്ടർ അബ്ദുൽ ഹക്കിന്റെ മാത്രം. അങ്ങനെ വന്ന സംഭവം വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഇവർ ഓടിപ്പോയതിന്റെ പുറകെ പിടിച്ചു വാങ്ങിച്ച് അല്ലെങ്കിൽ ചില പേജുകൾ കാണിക്കും. ഇവർക്ക് താല്പര്യമുള്ള ഇവർ ആദ്യം പരതിയത് ഇതാണ്, റിപ്പോർട്ട് മറ്റേ സാധനം ഉണ്ടോന്നാണ് നോക്കിയത്. അത് ഇങ്ങനെ പരതി വന്നപ്പോഴത്തേക്ക് കൊച്ചും ചില പൊട്ടും പൊടിയൊക്കെ അവിടെ നോക്കി കിട്ടി. ശ്വാസം വിടാൻ ഒച്ചയില്ലാത്ത റിപ്പോർട്ടിങ് നമ്മൾ കണ്ടു. ഇന്ന് പിന്നെ പക്ഷെ ഈ ഒരു വിങ്കലും തള്ളിച്ചയൊന്നും ഇവിടെ ജോയ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. എത്ര സാവകാശമാണ് നല്ല സുന്ദരമായ ഭാഷ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്. പക്ഷെ ഇവിടെ തെള്ളലാണ്. ഞാൻ മാറ്റി വെച്ച് നോക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വീണ്ടും ചോദിക്കാം, നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് പോയി കിടന്നുകൂടെ? തീർച്ചയായിട്ടും അപ്പോഴും ചോദിക്കാം. അപ്പൊ ഇതില് ഇപ്പോ 2 ആളുകൾ രാജിവെച്ചു, സിദ്ദീഖ് അതുപോലെ തന്നെ രഞ്ജിത്തൊക്കെ സംഭവം അവരുടെ സ്ഥാനങ്ങൾ അവർ രാജിവെച്ചു. തൽക്കാലം ഇവര് അത് വെച്ച് നിർത്തേണ്ടതാണ്. കാരണം ഓപ്പണായിട്ട് പറഞ്ഞ പേരുകളെല്ലാം പറഞ്ഞ നടപടി അവര് സ്വയം സ്വീകരിച്ചു. പോലീസ് ഇന്നിപ്പോ ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ഈ കേസുകളെല്ലാം അന്വേഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിക്കും. ഹർഷ അട്ടല്ലൂരി അടക്കമുള്ള ആളുകൾ ആ ടീമിൽ സംഭവമുണ്ട്. ഈ പരാതി ഉള്ളവർക്ക് അവിടെ പോയി പരാതിപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനവും കൂടി വന്ന സ്ഥിതിക്ക് എന്തിനാണ് ഈ പൊതുവായിട്ട് അലക്കുന്നത്? അതായത് അവരുടെ ഗൂഢ ഉദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അവർ വെടിവെച്ചിടാൻ ശ്രമിക്കുന്നത് മലയാളം എന്നും ആദരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെയാണ്. അതുകൂടി കിട്ടിയാൽ നമുക്കെല്ലാമായി നമ്മുടെ പണി കഴിഞ്ഞു. അത് പല മാധ്യമ സ്ഥാപനങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നീ അയാളെ വെടിവെച്ചിട്ടാൽ ഞാൻ ഇയാളെ വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. വാസ്തവത്തിൽ വളരെ നിലവാരം കുറഞ്ഞ ഒരു കുത്തിത്തിരിപ്പിലേക്കാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, ഈ മാധ്യമങ്ങൾക്ക് ഇനിയിപ്പോ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓണം വരാൻ പോവാണ്. അതെ, സാറിനല്ല, ഓണക്കാലത്തെ വിഭവങ്ങളെല്ലാം, ചാനൽ വിഭവങ്ങളെല്ലാം സിനിമാ താരങ്ങളെ ആശ്രയിച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. അവരുടെ ഇന്റർവ്യൂ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ. ഈ സമയത്താണ് എല്ലാ ചാനലുകളുടെയും റവന്യൂ ഉയരുന്ന ഒരു സമയം. ആളുകൾ ഇരുന്ന സംഭവം കാണുകയും പരസ്യത്തിൽ കൂടി ഒത്തിരി പൈസ കിട്ടുന്ന ഒരു സമയമാണ്. ഇവരിങ്ങനെ ഈ ശകല മസാലയ്ക്ക് വേണ്ടി കടന്ന് കാണിക്കുന്ന ഈ ഒരു അതിക്രമണം ഉണ്ടല്ലോ, ഈ ആക്രാന്തം, ഇത് ഓണപരിപാടികളിൽ ഈ താരങ്ങൾ അകന്നു നിൽക്കും. ഇവരോട് സഹകരിക്കില്ല. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ചാനലിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാനും മറ്റൊരു മറിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയ അതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അവർ ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേറെ മാർഗങ്ങൾ അവർക്കുണ്ട്. ഈ ചാനലിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നത് ഈ ചാനൽ മാനേജ്മെന്റിനൊക്കെ ഇത് ഇനി വലിയൊരു കുരിശായി മാറാൻ പോവാണ് വരും ദിവസങ്ങളിൽ. കാരണം അവര് എന്താണ് സ്വാഭാവികമായിട്ട് സഹകരിച്ചില്ല എങ്കിൽ ഇവരുടെ അറിയാലോ, എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന്റെ ഒരു 70% സിനിമാ താരങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസാണ്. നാളെ അവരിതിൽ കോപ്പറേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർന്നു, ഇവരുടെ റവന്യൂ കുത്തനെ ഇടിയും. ഇത്തരം മാറ്റങ്ങൾക്കും
ഇത്തരത്തിലുള്ളൊരു സമീപനം മോശമാണെന്ന് കരുതി അവർ പരമ്പരാഗത മാർഗത്തിൽ നിന്ന് ഒട്ടേറെ വ്യതിചരിക്കാതെ നിൽക്കുന്ന മാധ്യമങ്ങളുടെ റേറ്റിംഗ് താഴെ പോയി. തീർച്ചയായിട്ടും പോയി. പോയെന്ന് മാത്രമല്ല, ഇവര് നിരന്തരമായി ഇങ്ങനെ ചില ആളുകൾ ലക്ഷ്യം വെച്ച് പെരുമാറുന്നുണ്ട്. ആളുകൾക്ക് കൃത്യമായ സംശയം, ഇവന്റെ ഈ കളിയെല്ലാം അങ്ങോട്ടേക്കാണ്, ഇവന്റെ ഈ ചോദ്യങ്ങളെല്ലാം അങ്ങോട്ടേക്കാണ് മനസ്സിലാവും എന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇവരിപ്പോ ഈ വെറും ടൂളുകളായിട്ടാണ് ഈ നടിമാർ ഉപയോഗിക്കുന്നത്. അത് പാവം നടികൾ തിരിച്ചറിയുന്നില്ല. ഈ ചാനലുകാര് പിന്നെ വെറും ഉപകരണമായിട്ടാണ് ഇവരെ കാണുന്നത്. നാളെ ഇവരോടൊപ്പം ഈ ചാനൽ നിൽക്കുന്നതിന് യാതൊരു ഉറപ്പുമില്ല. നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഇവർക്കെതിരെ ഇപ്പൊ സിദ്ദിഖ് കേസ് കൊടുത്തു, ഈ നാരവണ്ണ തനിക്കെതിരെ. നാളെ പോലീസ് അത് അന്വേഷിക്കേണ്ടി വരും. കാര്യം ഗൂഢാലോചന പേരിൽ കൊടുത്തിട്ടുള്ളത് സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അന്വേഷിച്ച് ചിലപ്പോൾ സർക്കാർ അന്വേഷിക്കും. സർക്കാർ താല്പര്യം സർക്കാർ അന്വേഷിക്കും. ഇവർ എത്ര പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും പോലീസ് സ്റ്റേഷനിൽ. കോടതി വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടി വരും. ഇതിനേക്കാൾ മോശമായിട്ട് അവരുടെ സ്ത്രീത്വം ഹരിക്കപ്പെടും. ഒന്നത്. അപ്പൊ അതുകൊണ്ട് പ്രധാനമായി ഈ ഉള്ള പരാതികൾ ഇനിയെങ്കിലും ഈ ഉള്ള പരാതികൾ കൃത്യമായിട്ട് ഈ രൂപീകരിച്ച ടീമിന്റെ മുമ്പേ അവതരിപ്പിക്കുക. ഈ മാധ്യമങ്ങളുടെ ഈ വിചാരണയ്ക്ക് പോയിരുന്നു കൊടുക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ കുൽസിത ബുദ്ധി തിരിച്ചറിയാനുള്ള ഒരു വിവേകം കൂടി നമ്മുടെ സഹോദരിമാരായിട്ടുള്ള നടികൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇല്ല എങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ താരവേട്ട ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഇവര് കേവലം ഉപകരണങ്ങളായി മാറുകയും അതിന്റെ പീഡനം പിന്നെ ഇവരനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ സങ്കുചിത താല്പര്യക്കാർ എല്ലാ മേഖലകളിലും ഉണ്ടാവും, എല്ലാ മേഖലകളിലും ഉണ്ടാവും. അതിന്റെ രീതിയിൽ കാണുക. ഇതിപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അമ്പാടെ പോയി പോകുന്നു. അതിന് മുഖ്യ കാരണക്കാരായി മാറിയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ചില ബന്ധങ്ങൾ അവിടെ വളരുകയും അതിനെ വിളിച്ചു പറയാൻ ഒരു മര്യാദ വേണം. ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനുമായിട്ടോ ഒക്കെ ഒരു ബന്ധപ്പെടുമ്പോൾ അതിനെ മ്ലേച്ഛമായ രീതിയിൽ നാളെ ഒരു കാലത്ത് നല്ല ബന്ധം ഉണ്ടായിരിക്കുകയും വിളിച്ചു പറയുകയും അതൊക്കെ പറയുന്നത് അത് അവനവൻ ആലോചിക്കണം. ഇത് ഞാൻ പരസ്യമായി പറയണമോ പറയേണ്ടതോ അങ്ങനെ വളരെ കൂടുതൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കോടതി സമീപിക്കാം. അത്തരത്തിലുള്ള വ്യവസായമായ രീതി അതിന് കൂട്ടുനിൽക്കലാണ് വാസ്തവത്തിൽ, അതിനെ അതേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യലാണ് വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ പങ്ക്. പക്ഷേ ഇത് പിടിവിട്ട് പോകുന്നു. അതിന് മുഖ്യ പങ്ക് മാധ്യമങ്ങൾക്കാണ്.